സ്പൗസ് ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഐശ്വര്യമുള്ള ഹഷ്വയുണ്ടാക്കാം. ഇതൊരു സമ്പന്നവും സങ്കീർണവുമായ സുഗന്ധവുമുള്ള അറബിക് ഭക്ഷണമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പ്രശസ്തമാണ്. മാംസത്തിൻ്റെ സ്വാദ്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ സുഗന്ധം, പരിപ്പുകളുടെ രുചി, ഉണക്കമുന്തിരിയുടെ മധുരം എന്നിവയുടെ മികച്ച സമ്മിശ്രണം ഇതിന് അതുല്യമായ രുചിയും രൂപവും നൽകുന്നു. മുകളിൽ പിസ്ത, ബദാം, അണ്ടിപ്പരിപ്പ്, മറ്റു പരിപ്പുകൾ എന്നിവയുടെ പല കളറുകളും ചേർന്നുള്ള കാഴ്ച ആകർഷണീയമാണ്. ഹഷ്വ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബസ്മതി റൈസാണ്, ലോങ് ഗ്രെയിൻ റൈസ്. വെളുത്തുള്ളി, ആൾ സ്പൈസസ്, മിൻസ്ഡ് മീറ്റ്, ഇത് ചിക്കനാണ്, ബസ്മതി റൈസ്, പാസ്ലി, ബട്ടർ, വലിയ ഉള്ളി, ഒലിവ് ഓയിൽ, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, മിക്സഡ് നട്ട്സ്, ഉണക്കമുന്തിരി. വലിയ ഉള്ളി ചെറുതാക്കി അരിയാം, ഒരു 4 എണ്ണം. പാസ്ലി അരിയുക. അടുത്തതായി ഗാർലിക് ക്രഷ് ചെയ്തെടുക്കാം. അരിഞ്ഞിട്ടാലും മതിയാകും. ചൂടായ പാനിലേക്ക് 1/2 കപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ചു. 4 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് വഴറ്റണം. ഒന്ന് വഴന്ന ശേഷം വഴറ്റിയ ഉള്ളിയിലേക്ക് ചിക്കൻ ഇടാം. ഇത് കുരുമുളകും ഉപ്പും പുരട്ടി വെച്ച ചിക്കനാണ്. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. കൂടെ കുരുമുളക് പൊടിച്ചതും കുറച്ചുകൂടി ഉപ്പും ഇടാം. ഇതുപോലെ പ്രസ് ചെയ്ത് ഇളക്കി വേണം ഇത് ചെയ്യാൻ. സൗദി അറേബ്യയിലെ നജ്ദ് പ്രദേശത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ഗൾഫിലെ മറ്റ് അറബ് റെസ്റ്റോറൻറ്റുകളിൽ പലതിലും ഇത് കാണാം. ക്രഷ് ചെയ്ത വെളുത്തുള്ളി ചേർക്കാം. ഇത് വലിയ ഉള്ളി വഴറ്റുമ്പോൾ ചേർത്താൽ മതി. അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നമ്മൾ ആദ്യം കഴുകി വെച്ച 1 കിലോ ബസ്മതി റൈസ് 4 കപ്പ് അത് കഴുകി വാർന്ന ശേഷം ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നല്ല പോലെ ഇളക്കി കൊടുക്കണം. നല്ല പോലെ വഴന്ന് വരട്ടെ. വഴന്ന ശേഷം ഇതിലേക്കൊഴിക്കാൻ വെള്ളം എടുത്തു വെക്കണം. 2 കപ്പ് അരിയിലേക്ക് 6 കപ്പ് വെള്ളം, അതുപോലെ 4 കപ്പ് അരിയിലേക്ക് 12 കപ്പ് വെള്ളം എടുത്തു വെക്കണം. നമ്മളിതിൽ ചിക്കൻ സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. അത് നമ്മളെടുത്ത ചിക്കൻ്റെ എല്ലും ബാക്കി ഇറച്ചി എല്ലാം കൂടി തിളപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാം.
അരിയും ചിക്കനും നന്നായി ഇളക്കിയ ശേഷം പട്ട പൊടിച്ചത് ഇട്ട് ഗരം മസാല ആൾ സ്പൈസസ് പൊടിച്ചതും ഇട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഇളക്കണം. എന്നാലേ അരി വഴന്ന് വരികയുള്ളൂ. ഇനി ഇതിലേക്ക് ഉണ്ടാക്കിയ ചിക്കൻ സ്റ്റോക്കും വെള്ളവും പറഞ്ഞ അളവിൽ 12 കപ്പ് വെള്ളമുണ്ട്, അത് ഒഴിച്ച് മുഴുവൻ വെള്ളവും ഒഴിക്കാം. ഇനി നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അടച്ചു വെക്കുന്ന പോലെ അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് തിളക്കാൻ വെക്കണം. തിളച്ച് കഴിഞ്ഞു, 20 മിനിറ്റായി. ഇനി തുറന്ന് ഒന്നുകൂടി ഇളക്കണം. ഒന്നുകൂടി അടച്ചു വെക്കണം. ഇനി ഒന്നുകൂടി വേവട്ടെ. നന്നായി തിളക്കുന്നുണ്ട്. നല്ല പോലെ തിളച്ച് കഴിഞ്ഞാൽ ഇനിയൊന്ന് തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ അടി ഭാഗം കരിഞ്ഞു പോകും. ഒന്നുകൂടി തുറന്ന് ഇളക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റാറായി. ചിക്കനും അരിയും ഒക്കെ നല്ല പോലെ കൂട്ടായിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നമുക്ക് ഇളക്കി വെച്ച് മൂടി വെക്കാം. അടുത്തതായിട്ട് പരിപ്പുകൾ വറുക്കാം. ഇനി അശ്വയിലേക്കുള്ള നട്ട്സുകൾ വറുത്തെടുക്കാം. പാൻ ചൂടായതിലേക്ക് ബദാം ഇടാം, പിന്നീട് അണ്ടിപ്പരിപ്പിടാം. ഇത് രണ്ടും ആദ്യം വറുക്കണം. ഇത് ഒന്ന് വറവായ ശേഷം പിസ്ത കൂടി ഇടാം. കുറച്ച് മിക്സഡ് നട്ട്സ് കൂടി ഉണ്ട്. ഇത് ചെറിയ നട്ട്സുകളാണ്, അതുകൊണ്ട് വേഗം വറവാകും. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത്. ഇതും തീ കുറച്ച് പതുക്കെ വറുക്കുക. നട്ട്സ് വറവായി. ഇനി ഇത് പാനിൽ നിന്നും മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ടാവും, പാകത്തിന് വേവായിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ഹഷ്വ റെഡിയായി. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഈ റൗണ്ട് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. പാകത്തിന് വേവായിട്ടുണ്ട്. ഉപ്പും എല്ലാം പാകമാണ്. ഈ റൈസ് നമുക്ക് യാത്ര പോകുമ്പോൾ വേഗത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുപോകാൻ പറ്റിയതാണ്. വേറെ കറിയും ഒന്നും ആവശ്യമില്ല. സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമുക്ക് പാത്രത്തിൻ്റെ അടിയിൽ പരിപ്പുകളിടാം. ഇവിടെ കുറച്ച് കൂടുതലായി തന്നെ ഇടാം, കാരണം ഇത് മുകളിലായിട്ട് വരുന്നതാണ്. നമ്മൾ മറിച്ചിട്ടാണ് ഇടുക. ആദ്യം നട്ട്സ് ഇട്ടു, പിന്നീട് അതിന് മുകളിൽ നമുക്ക് റൈസ് ഇടാം. ഇനി റൈസ് ഇടാം.
റൈസ് ചുറ്റിനും ഇടണം. റൈസ് കുറച്ചധികം ഇടാം. മുകളിൽ വീണ്ടും നട്ട്സ് ഇടാം. വീണ്ടും ചോറിടാം. വീണ്ടും നിറയെ ചോറിട്ടു. കുറച്ചുകൂടി നട്ട്സ് ഇടാം. ഇത് ഇങ്ങനെ പിടിച്ച് കമഴ്ത്തി വെക്കാം. ഇത് നല്ല വെയിറ്റുള്ള പാത്രമാണ്, അതുകൊണ്ടാണ് ഇത്ര പ്രയാസം. ഇതുപോലെ പതുക്കെ മുകളിലെ പാത്രം പൊക്കുക. നല്ലൊരു ഷേപ്പായി. സെലറി അരിഞ്ഞത് ഇതിൻ്റെ നടുവിൽ വെക്കാം. അടുത്തത് വറുത്ത് വെച്ച നട്ട്സ് ചുറ്റും ഇട്ട് നമുക്ക് ഭംഗി കൂട്ടാം. ഈ നട്ട്സാണ് അശ്വയുടെ ഏറ്റവും നല്ല പ്രത്യേകത. അശ്വയ്ക്ക് രുചിയും നല്ല ഗുണവും നൽകുന്നു. പലതരം നട്ട്സുകളാണല്ലോ. അശ്വയുടെ കൂടെ കഴിക്കാൻ നമുക്ക് റൈത്ത വേണമെങ്കിൽ ഉണ്ടാക്കാം. യോഗട്ടിൽ വലിയ ഉള്ളി, സെലറി, പച്ചമുളക്, ഉപ്പ് ഇവ ചേർത്ത് തയ്യാറാക്കാം. ഇത് നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ മറ്റും കൊണ്ടുപോകാൻ നല്ലതാണ്. ഇതാണ് ആശുവ. ഇത് നമുക്ക് ചെറിയ പാത്രത്തിൽ ഇങ്ങനെയും സെറ്റ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കരുതേ. അശ്വ റൈസിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്.